ഡിയർ സബ്സ്ക്രൈബേഴ്സ്, അന്ന് ജൂലൈ 11, 2024 നൈരോബിയ. കെനിയയിലുള്ള ഒരു പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് നൈരോബിയ. ഈ സ്ഥലം ആഫ്രിക്ക പോലെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കാടും കാട്ടിലെ മൃഗങ്ങളും പോലെയാണ് അവിടെയും ഉള്ളത്. ആ മൃഗങ്ങൾ ഒന്നല്ലെങ്കിൽ കാട്ടിലോ അല്ലെങ്കിൽ സൂ പോലെയുള്ള സ്ഥലങ്ങളിലോ മാത്രമാണ് കാണാൻ സാധിക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും മൃഗങ്ങൾ മനുഷ്യൻ വസിക്കുന്ന നാട്ടിലേക്ക് വന്നാൽ അവിടെ ഹണ്ടിങ് ലീഗലായതുകൊണ്ട് തന്നെ അവർ അതിനെ ഹണ്ടിങ് ചെയ്യുകയാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അതേപോലെ അതിനേക്കാൾ വിഷമുള്ള ഒരു മനുഷ്യമൃഗം 2 വർഷത്തിൽ 42 ഇരകളെയാണ് ഹണ്ടിങ് ചെയ്തിരിക്കുന്നത്. അതും 42 പെണ്ണുങ്ങൾ മാത്രം. ആരാണ് ഈ കില്ലർ? എന്തിനു വേണ്ടിയാണ് ഈ കില്ലർ 42 പെണ്ണുങ്ങളെ കൊന്നത്? പോലീസ് ഈ കില്ലറെ പിടിച്ചു. ലോകം മൊത്തം ഇപ്പോൾ സെൻസേഷണലായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ അക്ബർ ടോക്സ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ജോസഫിൻ എന്ന ടീനേജ് പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായിട്ട് പോവുകയാണ് പേരൻസ്. എന്നിട്ട് കഴിഞ്ഞ മാസം ജൂൺ 26-ാം തീയതി തൻ്റെ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെടുകയാണ്. പോലീസും അവരുടെ കയ്യിലുള്ള മിസ്സിംഗ് കേസസിൽ 10ൽ 11 ഇതും ഫയൽ ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്ന് പേരൻസിൻ്റെ അടുത്ത് പോലീസുകാർ പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. പക്ഷേ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടും ഇതിനെക്കുറിച്ച് യാതൊരു തെളിവും പോലീസിന് കിട്ടുന്നില്ല. ചില കേസുകളുണ്ട്, ഒരു തെളിവ് കിട്ടാതെയും കിട്ടിയും വർഷങ്ങളോളം പോയിട്ടായിരിക്കും ചിലപ്പോൾ ആ കേസ് ക്ലോസ് ആകുന്നത്. അതിൽ ക്ലോസ് ആകാത്ത കേസുകൾ ചിലത് ഇനിയുമുണ്ട്. പക്ഷേ ഈ ഒരു കേസിന് എന്താണ് വഴിത്തിരിവായി വന്നതെന്നാൽ, തന്റെ സഹോദരിയെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തി മുക്കുറു എന്ന സ്ഥലത്ത് വേസ്റ്റിന്റെ അടിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് ഉണ്ട് എന്നും ജോസഫിന്റെ ചേച്ചിക്ക് ഒരു സ്വപ്നം വരികയാണ്. ഈ സ്ഥലം ശരിക്കും കുപ്പകൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് തന്നെ തനിക്ക് ഇങ്ങനത്തെ ഒരു സ്വപ്നം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പേരൻസിനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറയുകയാണ്. പോലീസുകാരും പറയുന്നുണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരും അവിടെ പോയി അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാർക്ക് ഒരു ചാക്കിൽ ജോസഫിന്റെ മൃതദേഹം കിട്ടുകയാണ്. ഇത് കണ്ട് പോലീസുകാരും അവിടെയുള്ള ജോസഫിന്റെ പാരൻസും ഷോക്കാവുകയാണ്. അപ്പോൾ ഈ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും 3 ദിവസം കഴിഞ്ഞ്, ഈ സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞ് അവിടെയുള്ള ജനങ്ങൾ കൂട്ടമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ഈ വേസ്റ്റ് ഉപേക്ഷിക്കുന്ന ഈ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ജോസഫിന്റെ മൃതദേഹം കിട്ടിയത് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അവർ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് മിസ്സായിരിക്കുന്ന തൻ്റെ പെൺകുട്ടികളെ അന്വേഷിച്ചിട്ടാണ്. അങ്ങനെ ആ വേസ്റ്റ് ഇടുന്ന ഓരോ സ്ഥലങ്ങളിലും അവർ ആളെ വെച്ച് അവർ തന്നെ ഇറങ്ങി തപ്പുകയാണ്. അങ്ങനെ ആ വേസ്റ്റിന്റെ ഇടയിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫിന്റെ മൃതദേഹം എങ്ങനെയാണ് ചാക്കിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്, അതേപോലെ ഒരു 8 ചാക്കുകളിൽ 8 മൃതദേഹങ്ങൾ അവർക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ആ ഒരു സംഭവം കെനിയ മൊത്തം സ്പ്രെഡ് ആവുകയാണ്. പിന്നീട് ലോകം മൊത്തം ഈ ഒരു വാർത്ത സെൻസേഷണൽ ആവുകയാണ്. അതുമാത്രമല്ല, ഈ മുഗുറു എന്ന സ്ഥലത്തിന്റെ, അതായത് ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിന്റെ 100 മീറ്റർ അകലെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇത്രയടുത്ത് ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിട്ട് പോലീസുകാർ എന്താണ് ചെയ്തതെന്നും പോലീസുകാരെയും അതേപോലെ തന്നെ ഗവൺമെന്റിനെയും അവിടെയുള്ള ജനങ്ങൾ വിമർശിക്കുകയാണ്. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് പോലീസുകാർക്ക് പ്രഷർ വരികയാണ്. അപ്പോൾ ഈ ഒരു കേസ് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരും തീരുമാനിക്കുകയാണ്. അതേ സമയത്താണ് ഈ മരിച്ച 9 ബോഡികളുടെയും ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. അതിൽ ഈ മരിച്ച 9 ബോഡികളിലും 8 എണ്ണം പെൺകുട്ടികളുടെയാണ് എന്ന് കണ്ടെത്തി. മാത്രമല്ല 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ബോഡികളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ വന്ന ഒരു കാര്യം പോലീസുകാരും നോട്ട് ചെയ്യുകയാണ്. എന്താണെന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹങ്ങളെല്ലാം പാർട്ടായിട്ടാണ് വെട്ടിയിരിക്കുന്നത്, എന്നിട്ടാണ് ബോഡികൾ ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സീരിയൽ കില്ലർ ആയിക്കൂടെ എന്ന് പോലീസുകാർക്ക് സംശയം വരികയാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ ഇപ്പോഴുള്ള ഓരോരോ എവിഡൻസ് ജോസഫിന്റെ മൊബൈൽ ഫോണാണ്. അത് വെച്ചിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ ബലമായി പിന്നെയും തുടരുകയാണ്. അപ്പോൾ ആ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത പോലീസിന് കാണാൻ സാധിച്ചത് ഈ നമ്പറിൽ നിന്ന് മണി ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നും മണി റിസീവ് ആയിട്ടുള്ള സിം ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചപ്പോയ പോലീസ് 33 വയസ്സുള്ള കോളിംഗ് ജുമാസി എന്നൊരാളെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ്.
എന്നിട്ട് അവന്റെ വീട്ടിൽ സെർച്ച് ചെയ്ത സമയത്ത് പോലീസിന് കിട്ടിയത് 10 ഫോണുകൾ, ഒരു ലാപ്ടോപ്പ്, 24 സിം കാർഡ്, 6 ID കാർഡ്, കുറെ റബ്ബർ ഗ്ലൗസുകളും, പിന്നെ ഇഷ്ടത്തിന് പ്ലാസ്റ്റിക് ചാക്കുകളും, പിന്നെ സെല്ലോ ടോപ്പ്, പിന്നെ കുറെ അധികം പെണ്ണുങ്ങളുടെ ഇന്നർ വെയർ, പിന്നീട് അവസാനമായി ഒരു വലിയ കത്തി. പോലീസുകാർക്ക് അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും പോലീസുകാർക്ക് ഇത്രയും എവിഡൻസ് കിട്ടുകയാണ്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ജോസഫിനെ, നീ എന്താണ് ചെയ്തത്? നീ എത്ര കൊലകൾ ചെയ്തിട്ടുണ്ട്? ഈ 8 കൊലകളും നീയാണ് ചെയ്തത് എന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ നിൽക്കുകയാണ്. പക്ഷെ കുറെ നേരം മിണ്ടാതിരുന്ന് അവൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. 8 കൊലകളല്ല, ഞാൻ മൊത്തം 42 പേരെ കൊന്നിട്ടുണ്ട്. ആദ്യമായി ഞാൻ കൊന്നത് എൻ്റെ സ്വന്തം ഭാര്യയെ തന്നെയാണ് എന്ന് അവൻ പറയുകയാണ്. അവൻ പറഞ്ഞത് പോലീസ് മീഡിയയുടെ മുമ്പിൽ പറയുകയാണ് ഇങ്ങനെ. അതായത് 2022 വർഷം കൂളിങ്സ് തന്റെ ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്. എന്തിനാണെന്നാൽ കൂളിങ്സ് ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഇതിനെ ചൊല്ലി ഭാര്യ ദിനം ദിനം തന്നെ ശകാരിക്കുന്നത് സഹിക്കാൻ വയ്യാതെയാണ് ഭാര്യയെ കൊല്ലുന്നത്. എന്നിട്ട് ഭാര്യയുടെ ശരീരം ഡിസ്പോസ് ചെയ്യാൻ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് നിൽക്കുന്ന അവന് ഒരു ഐഡിയ കിട്ടുകയാണ്. അവൻ ഭാര്യയുടെ ശരീരം പാർട്സാക്കി വെട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവൻ കൂളായിട്ട് അവിടെ നിന്ന് വരികയാണ്. എനിക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ. ഈ സംഭവം നടന്ന് 6 മാസം കഴിഞ്ഞിട്ട് തന്നെ പോലീസ് പിടിച്ചില്ലല്ലോ, അപ്പോൾ ഇതേപോലെ പെണ്ണുങ്ങളെ കൊന്നിട്ട് ഇതേപോലെ ഡിസ്പോസ് ചെയ്താൽ പോലീസ് നമ്മളെ കണ്ടെത്തില്ല എന്ന ധൈര്യത്തിലാണ് പിന്നെയും ഇവൻ കൊലകൾ ചെയ്തത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബാറ്, ക്ലബ്ബുകൾ അവിടേക്ക് പോയിട്ട് പെണ്ണുങ്ങളെ കണ്ടതിന് ശേഷം അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അവരെ ഇവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അവർ ഇവന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവരുമായിട്ട് സെക്സ് ആക്ടിവിറ്റീസിൽ ഇരിക്കുകയാണ്. അതിനുശേഷമാണ് തന്റെ ഭാര്യയെ എങ്ങനെയാണ് കൊന്നത് അതേപോലെ ക്രൂരമായി കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത്. എന്നിട്ട് ഈ ബോഡികൾ ഡിസ്പോസ് ചെയ്യണമല്ലോ. ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം അവൻ ആ ശരീരം ആ വീട്ടിൽ തന്നെ വെക്കും. എന്നിട്ട് ശരീരത്തിലെ ചോരകൾ കട്ടയായതിനു ശേഷം അവൻ ആ ശരീരം പാർട്സ് ആക്കി വെട്ടിയിട്ട് ഇതേപോലെ ചാക്കുകളാക്കിയിട്ട് കൊണ്ടുപോയി ഉപേക്ഷിക്കും. എന്തിനാണ് ഇവൻ 3 ദിവസം ഈ ശരീരം വെക്കുന്നതെന്നാൽ കൊന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ നിറയെ ചോര വരാൻ സാധ്യതയുണ്ട്. അത് ഇങ്ങനെ 3 ദിവസം വെച്ച് ചോര കട്ടയാക്കി കഴിഞ്ഞാൽ ചോര അത്രയധികം വരില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാക്കും, ഇത്രയും ദിവസം അതായത് 3 ദിവസം മരിച്ച ശരീരം വീട്ടിനുള്ളിൽ വെച്ചാൽ ബാഡ് സ്മെൽ അടിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും. ശരിയാണ്. പക്ഷേ ആ ഒരു പേടി ഇവനുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നാൽ ഇവൻ വാടകയ്ക്ക് നിൽക്കുന്ന വീടിന്റെ ഒരു 100 മീറ്റർ അകലെയാണ് പോലീസ് സ്റ്റേഷനിലുള്ളത്. അതിന്റെ ഒരു 100 മീറ്റർ അകലെയാണ് ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് നിന്നായിരിക്കും ഈ ബാഡ് സ്മെല്ല് വരുന്നതെന്ന് എല്ലാവരും വിചാരിച്ചോളും എന്നാണ് ഇവൻ പറയുന്നത്. അതുമാത്രമല്ല, 2 വർഷത്തിൽ 42 കൊലകൾ ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാസത്തിൽ 3 കൊലകളെങ്കിലും ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് 2 വർഷത്തിൽ 42 കൊലകൾ ഇവനിക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് മീഡിയയോട് പോലീസ് പറഞ്ഞത് എന്താണെന്നാൽ ഇവൻ രക്തം കുടിക്കുന്ന ഒരു മൃഗമാണെന്നും ഇവൻ ഒരു സൈക്കോപാത്ത് ആണെന്നാണ് മീഡിയയോട് പോലീസ് പറഞ്ഞത്. ഇപ്പോൾ ഇവനെക്കുറിച്ച് പോലീസ് പുറത്തു പറഞ്ഞത് മാസത്തിൽ 3 കൊല ചെയ്യുന്ന ഇവനെ എത്രയും പെട്ടെന്ന് പിടിച്ചല്ലോ എന്ന് പറഞ്ഞ് പോലീസിനെ അഭിനന്ദിക്കുന്നതിന് പകരം അവിടെയുള്ള ജനങ്ങൾ പോലീസിനെയും ഗവൺമെന്റിനെയും വിമർശിക്കുകയാണ്. കാരണം എന്താണെന്നാൽ ഈ ഫോട്ടോയിലുള്ളവൻ തന്നെയാണ്. ഇവൻ ഒരു കൊലയാളിയാണോ? 42 പെണ്ണുങ്ങളെ ഇവനാണോ കൊന്നത്? പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടും ഇവന്റെ മുഖത്ത് യാതൊരു റിയാക്ഷനും ഇല്ലല്ലോ. ഇതെല്ലാം ഞങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണമോ? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളായിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ പോലീസിനെയും ഗവൺമെന്റിനെയും വിമർശിക്കുന്നത്. ഇങ്ങനെ പറയാൻ ജനങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്നാൽ കൂളിങ്സിന്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസുകാർ അത്രയധികം കൂളിങ്സിനെ മർദ്ദിച്ചത് കൊണ്ടാണ് കൂളിങ്സ് താനാണ് കുറ്റവാളി എന്ന് സമ്മതിക്കുകയായിരുന്നു എന്ന് കൂളിങ്സിന്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കൂളിങ്സിന്റെ ഭാര്യയാണ് ആദ്യം കൊല ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഭാര്യയുടെ അമ്മയെ എവിടെ നിന്നോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നാൽ, ഒരു ദിവസം എൻ്റെ മകൾ സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആക്റ്റീവിലാണ് എന്ന് അറിഞ്ഞപ്പോൾ അവൾ എവിടെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിലുള്ള ട്വിസ്റ്റ് എന്താണെന്നാൽ, ഒരു വട്ടം പോലും കൂളിങ്സിനെ ആ ഒരു പെണ്ണ് നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ കൂളിങ്സ് തന്റെ ഭാര്യ അല്ലെന്നും കൂളിങ്സ് കല്യാണം കഴിച്ചിട്ടില്ല എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഒരു നിരപരാധിയെയാണോ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ ജനങ്ങൾ വിമർശിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ ഇത്രയധികം ഗവൺമെന്റിനെ ഈ പോലീസിനെയും വിമർശിക്കുന്നത്. ഇപ്പോൾ കൂളിങ്സിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേസ്റ്റ് ഇടുന്ന മുകുറു എന്ന സ്ഥലത്ത്, ആ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിൽ ഇന്നും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ഗൂഗിൾ റെഫറൻസ്, ഡോക്യുമെന്ററി എല്ലാത്തിലും തെളിവായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സോൾവ്ഡ് അൺസോൾവ്ഡ് മിസ്റ്ററി കേസസ് സ്റ്റോറീസ് കേൾക്കുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ.